അതെ, പിന്നെ എല്ലാ രംഗത്തും ആ പരിപാടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ഇതാണല്ലോ. പിന്നെ റോഡുകളുടെ കാര്യത്തിൽ വിപുലമായ പരിപാടികളാണ് എടുത്തിരിക്കുന്നത്. 1000 കിലോമീറ്റർ പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡോടുകൂടി നടപ്പിലാക്കുന്ന പരിപാടി. പിന്നെ 8740 കിലോമീറ്റർ റോഡ് ജില്ലാ പഞ്ചായത്തിന് കൊടുത്തത് തിരിച്ച് PWDയിൽ എടുത്തിട്ട് ഇതാക്കുന്നു. പിന്നെ നിരവധി പ്രോഗ്രാം. പിന്നെ NHന്റെ പണി നിർത്തിവെച്ചിരുന്ന പണി വീണ്ടും ആരംഭിക്കുന്നു. പുതിയ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക നയം രൂപം കൊടുത്തു കഴിഞ്ഞു. പിന്നെ റെയിൽവേയുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ സിസ്റ്റം അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പോകുന്നു. കാരണം ഡബിളിങ്ങും ഇലക്ട്രിഫിക്കേഷനും. അതോടൊപ്പം 4 സിറ്റികളിൽ പിന്നെ 3 സിറ്റികളിലും പിന്നെ സ്റ്റേറ്റിലൊട്ടാകെ 4 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. അത് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ അത് KSIDC ആണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. മെട്രോ റെയിൽ എറണാകുളം അതിന് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ റെയിൽവേയുടെ ചാർജുള്ള പിന്നെ ശ്രീ ആര്യാദിൻ്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയാണ്. തിരുവനന്തപുരത്ത് മോണോ റെയിൽ അത് നാറ്റ്പാക്കാണ് അതിൻ്റെ സ്റ്റഡി നടത്തുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ഫിനാൻസ് കോർപ്പറേഷൻ അവരാണ്. കോഴിക്കോട് സ്റ്റഡി പൂർത്തിയായി കഴിഞ്ഞു. അത് റോഡ് ഫണ്ട് ബോർഡാണ്, PWD ആണ് അതിൻ്റെ ചാർജ്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ സ്ട്രെസ് എടുക്കാൻ പോകുന്ന ഒരു ഫീൽഡ് നമ്മുടെ ജലഗതാഗതമാണ്. ദേശീയ ജലപാതയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അംഗീകാരം തന്നിട്ടുണ്ട്, ഫണ്ട് തന്നിട്ടുണ്ട്. അത് നോക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നദികളും മറ്റ് കായലുകളും എല്ലാം പരമാവധി അത് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിലുള്ള പരിപാടികൾ. അത് ചരക്ക് ഗതാഗതത്തിനും ടൂറിസത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന വിധത്തിലുള്ള ഇതായിരിക്കും. സ്ട്രെസ് കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ തൊഴിലവസരങ്ങളും ഒക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം നമുക്കിന്ന് അനുകൂലമാണ്. നമുക്ക് ആകെ നമ്മൾ പിന്നിലായിരിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണ്. അപ്പോൾ അത് പിന്നെയാണ് നമ്മളൊരു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വികസന പരിപാടികളുമായി വരുന്ന സമയത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ 12ാം പദ്ധതിയിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റും ഇന്നിപ്പം ആ വഴിക്കാണ് നീങ്ങുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ അവിടെ രൂപീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അൺസ്കിൽഡ് മേഖലയിൽ ഇവിടെ തൊഴിൽ പ്രശ്നമില്ല. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോബ്ലമാണ് നമ്മളിന്ന് ഫേസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് അൺസ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അന്യ സംസ്ഥാന തൊഴിലാളികൾ ആണ് ആ കുറവ് ഇവിടെ നികത്തുന്നത്. അപ്പോൾ അൺസ്കിൽഡായിട്ടുള്ളവരുടെ തൊഴിൽ പ്രശ്നം ഇന്ന് കേരളം നേരിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 12ാം പദ്ധതി കാലത്ത് കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് ലിങ്ക് ചെയ്യത്തക്ക വിധത്തിൽ അവർക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ലക്ഷ്യം. ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് ഏറ്റവും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഏറ്റവും ചെറിയ സേവനമാണെങ്കിൽ പോലും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ക്വാളിറ്റി സർവീസസ് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 4 സിയാൽ മോഡൽ കമ്പനി. അതായത് ഗവൺമെൻറ്റിനായിരിക്കും അതിൻ്റെ കൺട്രോൾ. പക്ഷേ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ആ ഷെയർ എടുക്കുന്ന തുകയുടെ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ വരികയുള്ളൂ. ബാക്കിയെല്ലാം സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള നിലയിലുള്ള രീതി നീക്കുക എന്നുള്ളതാണ്. അതിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു ഡയറക്ഷനാണ്. നമ്മളത് അത് കാര്യമായിട്ട് പിന്നെ ഗൗരവമായിട്ട് അത് എടുക്കുന്നു. അവർ പറയാൻ കാര്യം എല്ലാ സ്റ്റേറ്റുകളോടും പറഞ്ഞിട്ടുണ്ട്. അവർ പറയാനുള്ള ഒരു കാരണം
ഇന്നിപ്പോൾ ചെറിയ കേസുകൾ പോലും CBIക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ വരികയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനൊരു ആവശ്യം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കേരള സ്റ്റേറ്റുകളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്.